ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് 30 ഡേ ചാലഞ്ചിൻ്റെ ഡേ 1. അപ്പോൾ ഇന്ന് തൊട്ട് 30 ഡേയ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഹാഫ് ഡേ ആണ്. അപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാസം അവസാനം ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും, ഹാഫ് ഡേ ആയിരിക്കും. പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ നേരെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ വിശന്നുണ്ടായിരുന്നു. അത് ബ്രെഡും പെപ്പർ ചിക്കനും ആയിരുന്നു. ഞാനൊരു 5 ബ്രെഡ് എങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞാൻ നേരെ മാറി കിടന്ന് ഉറങ്ങി. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് രാവിലെ അല്ലെങ്കിൽ കഴിക്കാൻ തോന്നത്തില്ല. കാരണം ഞങ്ങളുടെ സ്കൂളിൽ എപ്പോഴും 11:40 ആകുമ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് ആവും. അപ്പം കഴിക്കാൻ കൊണ്ടുപോകത്തില്ല. ഇന്ന് ഹാഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്ന് കിടന്ന് കഴിച്ചു. പിന്നെ ഒന്ന് ഉറങ്ങി. ഉറക്കം എഴുന്നതിന് ശേഷം എൻ്റെ കുരു മാറിയോ ഇല്ലയോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് വീണ്ടും പോയി ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മ മീൻകറിയും ചെമ്മീൻ ഫ്രൈയും പിന്നെന്താ പെപ്പർ ചിക്കൻ്റെ അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു മീൻകറിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. മറ്റേ പൊറോട്ട അതൊന്നും എനിക്കൊരു താല്പര്യമില്ല. ഫ്രൈഡ് റൈസോ അതൊന്നും എനിക്കൊരു താല്പര്യമില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എൻ്റെ അക്കൗണ്ടൻസിയുടെ ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഹോംവർക്ക് ഞാൻ കിട്ടുന്ന ദിവസം തന്നെ മാക്സിമം ചെയ്ത് തീർക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഇപ്പം നല്ല ഉള്ള സമയത്ത് തന്നെ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോംവർക്ക് എനിക്ക് ആദ്യമേ പഠിക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. അപ്പോൾ പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അക്കൗണ്ടൻസി തന്നെ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മറന്നുപോയി. അപ്പോൾ വിചാരിച്ച് എഴുതിക്കൊണ്ട് പഠിക്കുമ്പോഴേക്കും എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ച് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 30 ഡേയ്സ് ചാലഞ്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30 ഡേയ്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ 30 ദിവസങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഒരു 2 hours പഠിക്കുന്നുണ്ടാവും. 2 hours സ്റ്റഡി മാത്രം. ഹോംവർക്കും അതൊന്നും നമ്മൾ നോക്കത്തില്ല. ജസ്റ്റ് പഠിത്തം മാത്രം 2 മണിക്കൂർ അത് പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഒപ്പം ഈ ഒരു ചലഞ്ച് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്തായാലും നല്ല ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തും. മിനിമം ആണ് ഞാൻ 2 hours പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. സ്റ്റഡീസ് മാത്രം വീഡിയോ ലെക്ചർ കാണുന്നൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. നമ്മൾ സെൽഫ് സ്റ്റഡി മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് 11:40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. കുറച്ചധികം നേരം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് പഠിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഭയങ്കര നല്ല റിലാക്സ്ഡ് ആയിട്ടായിരുന്നു അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു ദിവസം മെയിനായിട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വിശപ്പായിരുന്നു. കാരണം രാവിലെ ഒന്നും കഴിക്കാണ്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വിശപ്പുണ്ടായിരുന്നു. പിന്നെ അതിനനുസരിച്ച് കഴിക്കുകയും ചെയ്തു പിന്നെ വന്നതിന് ശേഷം. പിന്നെ എൻ്റെ സ്കൂളിലൊരു കുട്ടി വന്നിട്ട് ഞാൻ എൻ്റെ ചാനൽ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായ ഒരു കാര്യമായിരുന്നു അത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുക്ക് എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ എ ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചേ വായിച്ചുള്ളൂ. ഒരു ചാപ്റ്റർ കണ്ടേ ഞാൻ വായിച്ചുള്ളൂ. എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എടുത്ത് വായിക്കാൻ നിൽക്കുന്നത്. പിന്നെ അത് ഞാൻ കുറച്ച് നേരം വായിച്ചതിന് ശേഷം വീണ്ടും പഠിത്തത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പഠിച്ചതിന് ശേഷം അധികം നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു മയക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് ഒത്തിരി ഒന്നും കഴിക്കുന്നില്ല. അതിൽ താല്പര്യമില്ലാത്തൊരു ബിസ്ക്കറ്റാണ്. പിന്നെ ഞാൻ അത് കുറച്ചെടുത്തിട്ട് ഒരെണ്ണം കണ്ട് കഴിച്ചിട്ടുള്ളൂ. ഒരെണ്ണം കഴിച്ചിട്ട് അത് കഴിക്കുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ സ്പ്രെഡായി പോവും. പൊടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല. പിന്നെ അത് കഴിച്ചതിന് ശേഷം എൻ്റെ എക്കണോമിക്സ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അതും എഴുതി നോട്ടും എല്ലായിടത്തും മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പാക്കിംഗ് ഒക്കെ രാവിലെ ചെയ്യത്തുള്ളൂ. രാവിലെ എനിക്ക് പാക്ക് ചെയ്യാൻ തോന്നത്തുള്ളൂ. എന്താ അറിയാമല്ലോ. പക്ഷേ ഇത് മിക്കവരും അത് പറയത്തില്ല. രാവിലെ പാക്ക് ചെയ്തത് അത്ര നല്ല പരിപാടിയല്ല. എന്നാലും ഞാനത് ശീലിച്ചു പോയി. എനിക്കതാണ് ഇഷ്ടവും. എനിക്ക് രാവിലെ അത്യാവശ്യം നല്ലപോലെ സമയം കിട്ടാറുണ്ട്. പിന്നെ രാത്രിത്തേക്ക് സെയിം നമ്മൾ ലഞ്ചിന് കഴിച്ച സെയിം സാധനം തന്നെ എടുത്ത് കഴിച്ചു. മീൻകറിയും പീസ് ഉണ്ടായിരുന്നില്ല. മീൻകറിയും ചെമ്മീനും ഇതൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.